ഹായ് ജോസിൻ ഗ്രീൻലോക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമുക്ക് സന്തോഷമാകുന്ന ഒരു ദിവസങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ഹണി സീസൺ, തേൻ്റെ സീസൺ. ആ തേൻ്റെ സീസൺ നമുക്ക് നമുക്ക് സൂപ്പറിലേക്ക് അടകൾ കിട്ടിക്കൊടുക്കണം. അതിന് നമ്മൾ ബ്രോഡ് ചേമ്പറിലെ 6ാമത്തെ അടയാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെയാണ് അധികം ഈ പുഴു സമാധിയൊന്നും ഇല്ല. ഒരു ഉണ്ടോ, അത് ഒരു ഹണി തേൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു അടയാണ്. അതിനെ നമ്മൾ ഈച്ചകളെ ഒഴിവാക്കുന്നു. പതുക്കെ പതുക്കെ കുടഞ്ഞ് ഒഴിവാക്കുന്നുണ്ടോ. ഈച്ചകളെ ഒഴിവാക്കുന്നു. ഈച്ചകളെല്ലാം ഒഴിവാക്കിയ ശേഷം നമ്മൾ ആ അടയെ നമ്മൾ ഉണ്ടോ, ഒരു മോളാണ്, സുരേഷിൻ്റെ മോളാണ് ചെയ്യുന്നത് ഉണ്ടല്ലോ. അതിനെ കട്ട് ചെയ്യുന്നു 4 പീസുകളായിട്ട് ഉണ്ടോ. അന്ന് അങ്ങനെ ഒരു ഉണ്ടോ, അങ്ങനെ കൃത്യം അളവിൽ 4 പീസായിട്ട് മുറിക്കുന്നു. 2 ഇഞ്ച് വീതിയിലൊക്കെ മതി. എന്നിട്ട് അതിനെ നമ്മുടെ സൂപ്പറിൻ്റെ ഫ്രെയിം എടുക്കുന്നു. ഫ്രെയിം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. എന്നിട്ട് കുറുകെ ഒരു റബ്ബർ ബാൻഡ്സ്, കഴുകിയ റബ്ബർ ബാൻഡ്സാണ് ഇടേണ്ടത്. നല്ല കെമിക്കൽസൊക്കെ ഉണ്ടാകും. കുറുകിയ റബ്ബർ ബാൻഡ്സ് ഇട്ടിട്ട് നമ്മൾ കണ്ടോ, കുറുകിയ റബ്ബർ ബാൻഡ്സ് ഇടുന്നു. ഒരു പീസ് നേരെ തിരിച്ചിടണം. തിരിച്ചിടണമെന്ന് പലരും ചോദിക്കാറുണ്ട് എന്തിനാന്ന്. ഈ റോഡിൽ നിന്നും താഴോട്ടാണ് വളർത്തുന്നത്, പക്ഷേ സൂപ്പറിൽ നേരെ മുകളിലോട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് മുകളിലോട്ട് വളർത്തുമ്പോൾ ആ ഹെക്സാഗണിൽ തേൻ നിറയ്ക്കുവാനൊക്കെ സൗകര്യം മുകളിലോട്ട് വെക്കുന്നതാണ്. തേൻ നല്ലതായിട്ട് നിറയ്ക്കാൻ വേണ്ടി മുകളിലോട്ടാണ് അതിൻ്റെ ഹെക്സാഗണിൻ്റെ കള്ളിയിരിക്കുന്ന ചെറിയ ദ്വാരങ്ങൾ. ഹെക്സാഗൺ എന്ന് പറഞ്ഞ വലുപ്പത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ, വൃത്താകൃതിയിലുള്ളത്. അടുത്ത് കെട്ടുന്നു കണ്ടോ. നിസ്സാര എളുപ്പം, ഒറ്റ റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. ഓക്കെ. പിന്നീട് റബ്ബർ ബാൻഡ് വലുതായി അടകൾ വലുപ്പം റബ്ബർ ബാൻഡ്സ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഊരിക്കളയാം, ഒരു കുഴപ്പമില്ല. ഒറ്റ എണ്ണം ഇട്ടാൽ മതി. നേരെ ഉണ്ടോ, നടുക്കോട് നേരെ താഴോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അടകളൊക്കെ മുറിയാൻ കാരണമാകും. നേരെ കുറുകെ ഇട്ടാൽ മതി. കണ്ടല്ലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. സൈഡിലുള്ള അടകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഴുകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി നല്ല ഫ്രെയിമായിരിക്കണം. ആ ഫ്രെയിമിലേക്ക് അടുത്ത അടയുടെ പീസോട് വെക്കുന്നു. 4 പീസുകളാണ് കണ്ടോ. സിമ്പിളായിട്ട് മോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കണ്ടോ. വെച്ചിട്ട് നമ്മളിനിയും നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ച് 6 ഫ്രെയിം നിറഞ്ഞ നമ്മുടെ ഫ്രെയിമിൽ നിറഞ്ഞതിലേക്ക് നമ്മൾ വയ്ക്കുന്നു. നിറച്ച ഈച്ചയുമായിട്ടും മേൽമൂടിയിൽ ഈച്ചയായ ഇതിലേക്ക് നമ്മൾ ഈ സൂപ്പർ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കണം. നല്ലപോലെ നല്ല വള്ളി കൊണ്ട് കെട്ടിക്കൊടുക്കുക. അല്ലാതെ വല്ല കൂർന്ന് പോകാൻ സാധ്യതയുണ്ട്. പല പക്ഷികളോ പരുന്തുകളൊക്കെ ഒന്ന് വേണേൽ ഇതൊക്കെ നശിപ്പിച്ച് കളയാം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പട്ടിയൊക്കെ തട്ടിയാൽ മതി.